എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ ആദ്യ ഫാൻ ഷോ കഴിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ സിനിമയെ ബഹിഷ്കരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സിനിമയുടെ റിലീസിനെ ബാധിച്ചിട്ടില്ല. കാരണം കുറച്ച് വർഷം മുമ്പ് ഒരു ഹർത്താലിന് എന്ത് സംഭവിച്ചതാണെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. ഇനി സിനിമയിലോട്ട് വരികയാണെങ്കിൽ 2 മണിക്കൂർ 38 മിനിറ്റ് ലാലേട്ടനെ വെച്ച് മുഴുനീള ലിജോ ഷോ. നാടോടിയായ വാലിബൻ മലൈക്കോട്ടയിലെത്തുന്നതും അവിടെ ബ്രിട്ടീഷുകാരുടെ ഇരയായി കഴിയുന്ന ജനങ്ങളെ എങ്ങനെ രക്ഷിക്കുന്നു, ഇതിനിടയിൽ പ്രതികാരം, പ്രണയം എല്ലാം ഒരു അമർ ചിത്രകഥ പോലെ പറഞ്ഞു പോകുന്നു. പടത്തിൻ്റെ പോസിറ്റീവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മേക്കിംഗ് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ്, ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ ഷോട്ട്സും ഓരോ ഫ്രെയിമുകളും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചില സിഗ്നേച്ചർ ഐറ്റംസും, മുൻപ് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിഷ്വലൈസേഷനും. പിന്നെ എടുത്തു പറയേണ്ടത് ലാലേട്ടൻ്റെ ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഫ്ലെക്സിബിലിറ്റി ആയാലും ഫിസിക്കായാലും പെർഫോമൻസ് ആയാലും ലാലേട്ടൻ തകർത്താടിയിട്ടുണ്ട്. പിന്നെ അതിലഭിനയിച്ച മറ്റുള്ളവരും ഒരു നീറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിലെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് തവണ പറഞ്ഞു കേട്ട കഥ, അതും വളരെ സ്ലോ സ്പേസിലാണ് പറഞ്ഞു പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ലാഗ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ മ്യൂസിക് ഒരു ആവറേജായാണ് തോന്നിയത്. ഒരു പുലിമുരുകനോ ലൂസിഫറോ പ്രതീക്ഷിച്ച് പോകാതെ ലിജോ ലാലേട്ടൻ കോംബോ കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ഇനി സിനിമ നിങ്ങൾ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.